ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമഃചണ്ഡികായൈ. ഹരി ഓം. ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4-ാം അധ്യായം ചക്രാധീകൃത ദേവീ സ്തുതി. 4-ാം അധ്യായം തീരാറായി. 4 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. 3-4 ശ്ലോകം മാത്രം, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വായിക്കേണ്ട ഭാഗം വായിക്കാം. ആദ്യം പഴയ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. പഴയ പുസ്തകമുള്ളവർ അത് കേൾക്കുക. അപ്പം ശ്ലോകം 39, 40, 41, 42 4 ശ്ലോകങ്ങൾ. ഋഷിരുവാച ഇതി പ്രസാദിതാ ദേവൈർജഗതോർത്ഥേ തഥാത്മനഃ തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവന്തർഹിതാ നൃപാ ഇത്യേതത് കഥിതം ഭൂപ സംഭൂതാ സ യഥാ പുരാ ദേവീ ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണീ പുനശ്ച ഗൗരീ ദേഹാത് സാ സമുദ്ഭൂതാ യഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോः രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണീ തച്ഛൃണുഷ്വ മയാഖ്യാതം യഥാവത് കഥയാമി തേ. ഹ്രീം ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ശക്രാധീകൃത ദേവീ സ്തുതിർനാമ ചതുർത്ഥോധ്യായഃ. ഇനി നമുക്ക് പിരിച്ചു പറയാം ഏതൊക്കെയാണ് വാക്കുകളെന്ന്. ദേവൈഹി ജഗതഃ അർത്ഥേ ദേവൈർജഗതോർത്ഥേ തഥാ ആത്മനഃ തഥാത്മനഃ തഥഃ ഇതി ഉക്ത്വാ തഥേത്യുക്ത്വാ തഥഃ ഇതി ഉക്ത്വാ തഥേത്യുക്ത്വാ. ഇതി ഏതത് ഇത്യേതത്. ഇതി ഏതത് ഇത്യേതത്. പുനഃ ച പുനശ്ച. ദേവാനാമുപകാരിണി ദേവാനാമുപകാരിണി തത് ശൃണുഷ്വ തച്ഛൃണുഷ്വ മയാ ആഖ്യാതം മയാഖ്യാതം. ഇതാണ് ഇന്നത്തെ ഇത്. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കി വായിക്കാം, പഠിക്കാം. ഋഷിരുവാച ഇതി പ്രസാദിതാ ദേവൈർജഗതോർത്ഥേ തഥാത്മനഃ തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവന്തർഹിതാ നൃപാ ഇത്യേതത് കഥിതം ഭൂപ സംഭൂതാ സാ യഥാ പുരാ ദേവീ ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണീ പുനശ്ച ഗൗരീ ദേഹാത് സാ സമുദ്ഭൂതാ യഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോः രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണീ തച്ഛൃണുഷ്വ മയാഖ്യാതം യഥാവത് കഥയാമി തേ.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹ്രീം ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ചക്രാധികൃതദേവി സ്തുതിർനാമ ചതുർത്ഥോധ്യായഃ. ഇതി മധ്യമചരിതം. ഹ്രീം ഓം ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ ചക്രാധികൃതദേവി സ്തുതിർനാമ ചതുർത്ഥോധ്യായഃ. ഹരി ഓം. ഓം ശ്രീദേവി അർപ്പണമസ്തു. ഇനി ആദ്യത്തെ മുതലുള്ള ശ്ലോകം നോക്കാം. ഋഷിരുവാച. ഋഷിഹി ഉവാച ഋഷിരുവാച. ഋഷി പറഞ്ഞു. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഋഷി പറഞ്ഞു. ആ രാജാവിനെ വിളിച്ചുകൊണ്ട് പറയാം. സംബോധനയാണ് നൃപ എന്ന്. അല്ലയോ നൃപ, അല്ലയോ രാജാവേ എന്ന് പറഞ്ഞിട്ട് ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പ്രസാദിത ദേവൈഹി ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട എന്നർത്ഥം. ജഗദർത്ഥ ജഗതഃ അർത്ഥ ജഗദർത്ഥ ജഗതോർത്ഥേ എന്നാണ്. ജഗത് ഊർദ്ധേ ജഗത് പ്ലസ് ഊർദ്ധേ ജഗതോർത്ഥേ. തഥാ ആത്മനഃ തഥാത്മനഃ. തഥാ ഇതി ഉക്ത്വാ തഥേത്യുക്ത്വാ. തഥാ ഇതി ഉക്ത്വാ. ഇതി പ്രസാദിത ദേവൈഃ ജഗദോർത്ഥേ തഥാത്മനഃ തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവ അന്തർഹിതാ നൃപ. അല്ലയോ രാജാവേ, നൃപ എന്ന് വിളിച്ച രാജാവേ, ഇപ്രകാരം ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ആ ദേവി എന്തു ചെയ്തു? ജഗതോർത്ഥ ജഗത്തിനായിക്കൊണ്ടും തഥാത്മനഃ തങ്ങൾക്കായിക്കൊണ്ടും, അതായത് ദേവന്മാർക്കായിക്കൊണ്ടും 3 ലോകങ്ങൾക്കായിക്കൊണ്ടും, ജഗതോർത്ഥ ജഗത്തിനായിക്കൊണ്ടും, തഥാ ഇതി ഉക്ത്വ ഇപ്രകാരം അനന്തരം ഇപ്രകാരം പറഞ്ഞിട്ട് എന്നർത്ഥം. ഭദ്രകാളി ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്രകാളി. ബഭൂവ അന്തർഹിത നൃപ. അല്ലയോ രാജാവേ, ഇപ്രകാരം ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ആ ദേവി ലോകങ്ങൾക്കായിക്കൊണ്ടും ദേവന്മാർക്കായിക്കൊണ്ടും ഇപ്രകാരം പറഞ്ഞിട്ട് ആ ഭദ്രകാളി ബഭൂവ അന്തർഹിത അപ്രത്യക്ഷപ്പെട്ടു, മാഞ്ഞുപോയി, മറഞ്ഞുപോയി എന്ന് ആദ്യത്തെ ശ്ലോകം. ഇതി പ്രസാദിത ദേവേ ജഗതോർത്ഥേ തഥാത്മനഃ തഥേത്യുക്ത്വാ ഭദ്രകാളി ബഭൂവ അന്തർഹിത നൃപ. തഥാ ആത്മനഃ എല്ലാവരുടെയും ആത്മാവായി കുടികൊള്ളുന്നത് ദേവിയാണെന്നാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാ ദേവന്മാർക്കും വേണ്ടിയും ജഗത്തിന് മുഴുവനായിക്കൊണ്ടും ആ ദേവി അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഇത്യേതത് കഥിതം ഭൂപ. അല്ലയോ ഭൂപ രാജാവേ, ഇതി ഏതത് ഇപ്രകാരം എന്നർത്ഥം. ഇതി ഏതത് കഥിതം ഇപ്രകാരം പറഞ്ഞിട്ട് സംഭൂത സാ യഥാ പുര. എപ്രകാരമാണോ പണ്ട് സംഭവിച്ചത്, സംഭൂത സമ്യക്കായി ഭൂതമായത്. ദേവി ദേവശരീരഭ്യോ ദേവി ദേവി ദേവശരീരേഭ്യോ. ആ ദേവി എന്ത് ചെയ്തു? സാ ദേവി, സാ എന്ന് പറഞ്ഞാൽ അവൾ, ആ ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി ജഗത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട് ആ ദേവി
സംഭൂത. സംഭൂത എന്ന് പറഞ്ഞാൽ അവതരിച്ചു, ഉണ്ടായി. ഇനി പുനഃ ച ഗൗരീദേഹാത് സാ, വീണ്ടും ആകട്ടെ, അതാണ് പുനശ്ച. ഗൗരീദേഹാത്ത്, ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് സാ, ആ സമുത്ഭൂത യഥാ അഭവത്, ആ ഉത്ഭവിച്ചതായി ഭവിച്ച, അല്ലെങ്കിൽ പറഞ്ഞല്ലോ നേരത്തെ, ദേവന്മാരോട് ദേവി ആയുധങ്ങളും ശരീരവും ഒക്കെ മേടിച്ചിട്ട് ഈ അസുരന്മാരെയും എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ദേവിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ ദേവി എന്നാണ് പറഞ്ഞത്. ആ ദേവി ഭവിച്ചു. യഥാ അഭവത്, എപ്രകാരം ഭവിച്ചുവോ, തഥാ ശുംഭനിശുംഭയോഗം, ആ ശുംഭനിശുംഭന്മാരെ കൊല്ലാനായിക്കൊണ്ടും ദുഷ്ടദൈത്യന്മാരെ കൊല്ലാനായിക്കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരമെടുത്തത് എന്നർത്ഥം. രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണി, ലോകത്തിൻ്റെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി സമുത്ഭൂത യഥാഭവത്, വീണ്ടും വന്നു ജനിക്കുന്നു. പുനരഭിമരണം പുനരഭിജനനം, അതുതന്നെ. വധായ ദുഷ്ടദൈത്യാനാം തവ ശുശ്രൂഷയാ തച്ഛൃണുഷ്വ മയാഖ്യാതം യഥാവത് കഥയാമി ദേ. അപ്പം ഞാൻ ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ലക്ഷ്മി ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതായത് ശുംഭനെയും നിശുംഭനെയും ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാവരെയും ഇല്ലാതാക്കിക്കൊണ്ടാണ്, ദേവി ഇല്ലാതാക്കാൻ വേണ്ടി ആണ് രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണി. ഇപ്രകാരം പറഞ്ഞിട്ട് കഥിതം, അല്ലയോ ഭൂപ, ഭൂപ എന്ന് സംബോധനയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ അല്ലയോ രാജാവേ എന്ന് വിളിച്ചു, നൃപ എന്നാണ് വിളിച്ചത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭൂപ, അല്ലയോ രാജാവേ, ഇപ്രകാരം പറഞ്ഞിട്ട് കഥിതം പറഞ്ഞിട്ട് സാ യഥാപുര, പണ്ടത്തെ പോലെ ഭവിച്ചു. ദേവശരീരത്തിൽ നിന്നും ജഗത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട് ആ ദേവി അന്തർധാനം ചെയ്തു, അവിടെ നിന്നും പോയി എന്നർത്ഥം അല്ലേ. ദേവന്മാരിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അതൊന്നും തെറ്റായിട്ടാരും കാണുകയില്ല. ഇതി പ്രസാദിത ദേവേ ജഗതോർത്തെ തഥാത്മനഃ തഥേതുക്ത്വാ ഭദ്രകാളി ബഭൂവ അന്തർഹിത നൃപ. ഇപ്രകാരം ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ആ ദേവി ജഗത്തിന് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും ദേവന്മാർക്ക് വേണ്ടിയും ഇപ്രകാരം പറഞ്ഞിട്ട് അപ്രത്യക്ഷയായി. ബഭൂവ അന്തർഹിത ഉൾക്കണ്ണിലേക്ക് നോക്കി എന്നിട്ട് അപ്രത്യക്ഷനായി എന്നർത്ഥം. അവിടെ നിന്നും മറഞ്ഞു എന്നർത്ഥം. ഇവിടെ മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണ് ആ ദേവി ഭവിച്ചത്. ഇപ്രകാരം ഏതത് കഥിതം ഭൂപ, അല്ലയോ രാജാവേ, ഇപ്രകാരം ദേവിയിൽ നിന്ന്, അല്ലെങ്കിൽ സംഭൂദാസ യഥാപുര, എപ്രകാരമാണോ പണ്ട്
ദേവി ഉണ്ടായിരുന്ന അതുപോലെ അല്ലെ, ആ ദേവിയെ സ്തുതിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം, ഇതി ഏതത് കഥിതം, അല്ലയോ രാജാവേ ഇപ്രകാരം പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ ദേവി ശരീരത്തിൽ നിന്ന് ദേവി ഉണ്ടായത് എന്ന് 3 ലോകത്തിനായിക്കൊണ്ടും തങ്ങൾക്ക് വേണ്ടി ദേവന്മാർക്ക് വേണ്ടിയും ഹിതത്തെ ചെയ്യാനായിക്കൊണ്ട് ആ ദേവി പോയി മറഞ്ഞു, അപ്രത്യക്ഷയായി എന്നർത്ഥം. പുനശ്ച ഗൗരി ദേഹാത്സ, ദേഹാത്ത് എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്ന് എന്നർത്ഥം. പുനഃ വീണ്ടും ആകട്ടെ, ചാന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ വീണ്ടും ആകട്ടെ, ഗൗരി ദേഹാത്, ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് ആ ദേവി, ആ സാ എന്ന് പറഞ്ഞാൽ ദീർഘിട്ടാൽ ആ എന്നർത്ഥം, അവൾ, സാ സമുൽഭൂത യഥാഭവത്, എപ്രകാരമാണോ ദേവന്മാരിൽ നിന്ന് ജനിച്ചത് അപ്രകാരം അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞു. ഇവിടെ ദുഷ്ടന്മാരായ ദൈത്യന്മാരെ വീണ്ടും ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ദേവിയുടെ കഥ, ദുഷ്ടന്മാരെ കൊല്ലാനായിക്കൊണ്ടും ശുംഭനിശുംഭന്മാരെ ഇല്ലാതാക്കാനും കൊണ്ട് ഉത്ഭവിച്ച ആ കഥ, രക്ഷണായ ച ലോകാനാം, രക്ഷണത്തിനായിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായിക്കൊണ്ട്, ദേവാനാം ദേവന്മാർക്ക് ഉപകാരത്തിനായിക്കൊണ്ടും എന്തു ചെയ്യും, എന്നാൽ പറയപ്പെടുന്ന കഥ കേട്ടാലും, അല്ലേ രാജാവേ അങ്ങ് കേട്ടാലും, എന്നാൽ പറയപ്പെടുന്നത്, മയാ എന്ന് പറഞ്ഞാൽ എന്നാൽ, അപ്പോൾ ദുഷ്ടന്മാരുടെ വധത്തിനായിക്കൊണ്ടും ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ടും ആ ഗൗരിയുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ദേവി ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, രക്ഷണായ ച ലോകാന, ലോകങ്ങളുടെ രക്ഷണയ്ക്കായിക്കൊണ്ടും ദേവന്മാർക്ക് ഉപകാരത്തിനായിക്കൊണ്ടും ഞാൻ പറയുന്നത് കേട്ടാലും ഉള്ളതുപോലെ പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. യഥാവത് എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ സത്യമായിട്ട് പറഞ്ഞു തരാം എന്നാണ് ലാസ്റ്റ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എന്താ ചൊല്ലിയത്, ഓം ശ്രീ എന്നല്ലേ, ശ്രീ ഋഷിരുവാച. ഇവിടെ ഓം ഹ്രീം ഓം എന്ന അവസാനിക്കുന്നത്. അവിടെ നമ്മൾ തുടങ്ങിയത് ഓം എന്ന്, ഇവിടെ ഹ്രീം ഓം എന്ന് തീരുന്നു. ഇത് ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവി മാഹാത്മ്യേ ശക്രാദീകൃത ദേവി സ്തുതിർനാമ ചതുർത്ഥോധ്യായ. ഓരോ ശ്ലോകവും ഒന്നും കൂടെ വായിച്ച് ഓരോ അർത്ഥം പറഞ്ഞു തരാം. ഓക്കെ. ഇതി പ്രസാദിത ദേവൈർ ജഗദോർത്തെ എന്നൊന്നിച്ച് ചൊല്ലാം, അല്ലെങ്കിൽ ദേവൈഹി ഇതി പ്രസാദിത ദേവൈഹി ജഗദോർത്തെ തഥാത്മനഃ ഒന്നിച്ച് ചൊല്ലുവാണെങ്കിൽ ഇതി പ്രസാദിത ദേവൈർ ഇർന്ന് ചേർക്കുക, എന്നിട്ട് ജഗദോർത്തെ എന്ന്, അല്ലെങ്കിൽ ദേവൈഹി ജഗദോർത്തെ തഥാത്മനഃ. ആത്മന എന്ന് പറയാൻ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് ദേവിയുടെ ആയതുകൊണ്ട് ഇവിടെ ആത്മനഃ തങ്ങൾക്കും ലോകത്തിന് മുഴുവൻ 3 ലോകങ്ങൾക്കായിക്കൊണ്ടും നമ്മൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കായി വേണ്ടിയും. ഇപ്പോൾ ദേവന്മാർ ഇത് ചൊല്ലുന്ന എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കാൻ ദേവിയോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം നമ്മളെല്ലാവരും എന്നർത്ഥം. എല്ലാവർക്കും ഈ കഥ ദേവി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതി പ്രസാദിത ദേവൈഹി ജഗദോർത്ഥേ തഥാത്മനഃ തഥേതുക്ത്വാ ഭദ്രകാളി ബഭൂവ അന്തർഹിതാ നൃപ. അതായത് ഇപ്രകാരം ദേവന്മാർ തങ്ങളുടെയും ലോകവാസികളായ മനുഷ്യരുടെയും ആവശ്യം അറിയിച്ചപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ദേവി പറഞ്ഞു. അല്ലയോ രാജാവേ, ദേവി അപ്രത്യക്ഷയായി എന്നാ പറഞ്ഞ്. അടുത്ത ശ്ലോകം. അപ്പോൾ അതിൻ്റെ അർത്ഥം, അല്ലയോ രാജാവേ, ജഗത്രയത്തിൻ്റെ ഹിതത്തിന്. അടുത്ത ശ്ലോകം. ആദ്യം ദേവന്മാർ തങ്ങളുടെയും ലോകവാസികളായ മനുഷ്യരുടെയും ആവശ്യം അറിയിച്ചപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് ദേവി അരുളി ചെയ്തിട്ട് മറഞ്ഞു, അപ്രത്യക്ഷയായി. അടുത്ത ശ്ലോകം. ഇത്യേതത് കഥിതം ഭൂപ സംഭൂത സ യഥാ പുരാ ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. ജഗത്തിൻ്റെ 3 ലോകത്തിൻ്റെയും ഹിതത്തിനായിക്കൊണ്ട് ആ ദേവി എന്ത് ചെയ്തു? അല്ലയോ രാജാവേ, ജഗത്രയത്തിൻ്റെ 3 ലോകത്തിൻ്റെയും ഹിതത്തെ ചെയ്യുവാനായിക്കൊണ്ട് ആ ദേവി ശരീരത്തിൽ നിന്ന് സംഭൂതയായ ദേവിയുടെ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. അപ്പം ഇത്യേതത് കഥിതം ഭൂപ, അവിടെ ഭൂപ എന്നാണ് സംബോധന. അല്ലയോ രാജാവേ, സംഭൃത സാ യഥാപുര, എപ്രകാരമാണോ സംഭൂതയായത് അപ്രകാരം ലോകത്തിന് മുഴുവൻ ഹിതത്തിനായിക്കൊണ്ട് ആ ദേവി പോയി മറഞ്ഞു എന്ന്. ഇത്യേതത് കഥിതം ഭൂപ സംഭൂത സ യഥാപുര ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. അല്ലയോ രാജാവേ, ജഗത്രയത്തിൻ്റെ ഹിതത്തിന് അരുളി ചെയ്യുവാനായി ദേവശരീരത്തിൽ നിന്നും സംഭൂതയായ ദേവിയുടെ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 2 ശ്ലോകം കൂടിയുണ്ട് അല്ലേ. പുനശ്ച ഗൗരീ ദേഹാത്സ സമുത്ഭൂത യഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോഗോ. ശുംഭനിശുംഭന്മാരെയും ആ ദുഷ്ടന്മാരായ ദൈത്യന്മാരെയും ഒക്കെ കൊല്ലാനായിക്കൊണ്ട് വധത്തിനായിക്കൊണ്ട് ഗൗരീദേഹത്തിൽ നിന്നും സംഭൂതയായ ദേവി. അപ്പം ദേവന്മാർക്ക് ഉപകാരിണിയായ ദേവി വീണ്ടും ദുഷ്ടന്മാരായ അസുരന്മാരുടെയും അപ്പോൾ അത് രണ്ടിൻ്റെ കൂടി ഒന്നിച്ചർത്ഥം പറയാം. രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തശൃണുഷമയാഖ്യാതം യഥാവത് കഥയാമിതേ. ദേവന്മാർക്ക് ഉപകാരിണിയായ ആ ദേവി വീണ്ടും ദുഷ്ടന്മാരായ അസുരന്മാരെയും ശുംഭനിശുംഭന്മാരുടെയും വധത്തിനായിക്കൊണ്ടും ലോകത്തിൻ്റെ രക്ഷണത്തിനായും ഗൗരീ ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച കഥ ഞാൻ പറയാം. ഇപ്പം ദേവന്മാരിൽ നിന്നായിരുന്നു ഈ ദേവി ഉത്ഭവിച്ചത്. ഇനി ഗൗരീദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദേവിയെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ? യഥാവത്, ഉള്ളതുപോലെ പറഞ്ഞു തരാം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഉള്ളതുപോലെ പറയാമെന്ന് പറയുമ്പം ഒന്നും അതിലൊരു വ്യത്യാസവും വരാതെ എങ്ങനെയാണോ ദേവി പറഞ്ഞ അതേപോലെ പറയാമെന്ന് ഋഷി പറയുകയാണ്. 4-ാം അധ്യായം വരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ദേവിമാരുണ്ട്, അധ്യായങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആദ്യം ഒന്ന് വായിച്ചിട്ട് അർത്ഥം നോക്കാം. ഇതി പ്രസാദിത ദേവേ ജഗതോർത്ഥേ തഥാത്മനഃ തഥേതുക്ത്വാ ഭദ്രകാളി ബഭൂവ അന്തർഹിതാ നൃപ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഈ ദേവന്മാർ തങ്ങളുടെയും ലോകവാസികളായ മനുഷ്യരുടെയും ആവശ്യം അറിയിച്ചപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ദേവി മറഞ്ഞു.
അനുഗ്രഹിച്ചിട്ട് ദേവി അപ്രത്യക്ഷയായി. അല്ലയോ രാജാവേ, ദേവി ഇതി പ്രസാദിതാ ദേവേ ജഗതോർത്ഥേ തഥാത്മനഃ തഥേ തുക്ത്വാ ഭദ്രകാളി ബഭൂ അന്തർഹിതാ നൃപാം. അല്ലയോ രാജാവേ, ദേവന്മാർ തങ്ങളുടെയും ലോകവാസികളായ മനുഷ്യരുടെയും ആവശ്യം അറിയിച്ചപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ദേവി അപ്രത്യക്ഷയായി എന്ന് ആദ്യത്തെ ശ്ലോകം. ഇത്യേതത് കഥിതം ഭൂപ സംഭൂതാ സാ യഥാ പുരാ ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. അല്ലയോ രാജാവേ, എപ്രകാരമാണോ ആ ദേവി ദേവന്മാരിൽ നിന്ന് സംഭൂതയായത്, അതുപോലെ ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട് ദേവി അവതരിച്ചത് എന്ന് രാജാവേ, ജഗത്രയത്തിൻ്റെ ഹിതത്തിനായി ചെയ്യാനായി ദേവശരീരത്തിൽ നിന്ന് സംഭൂതയായ ദേവിയുടെ കഥ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. ആ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് പുനശ്ച ഗൗരീ ദേഹാത് സാ സമുത്ഭൂതായ യഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോഹോ രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തച്ഛൃണുഷ്വമയാഖ്യാതം യഥാവത് കഥയാമി തേ. അതായത് ദേവന്മാർക്ക് ഉപകാരിണിയായ ആ ദേവി വീണ്ടും ദുഷ്ടന്മാരായ അസുരന്മാരുടെയും ശുംഭനിശുംഭന്മാരുടെയും വധത്തിനായിട്ടും ലോകത്തിൻ്റെ രക്ഷണത്തിനായിക്കൊണ്ടും ഗൗരീദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച കഥ ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു തരാം. അല്ലയോ രാജാവേ, കേട്ടുകൊണ്ടാലും. തത് ശൃണുഷ്വ, അത് കേട്ടാലും എന്ന്. യഥാവത്, ഉള്ളതുപോലെ. കഥയാമിതേ, ഞാൻ പറഞ്ഞു തരാം എന്ന്. രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണി, ദേവന്മാർക്കും ലോകത്തിനും ഉപകാരം ചെയ്യാനായിക്കൊണ്ട് ആ ദേവി ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഉത്ഭവിച്ചെന്ന കഥ ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു തരാം. അതായത് കഥ ഇവിടെ തീർന്നില്ല, തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി 5-ാം അധ്യായത്തിലും ദേവിയുടെ കഥ വരുന്നു. ഓരോ അധ്യായത്തിലും ദേവിയുടെ ഓരോ മഹാത്മ്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതിവിടെ 4-ാം അധ്യായം ഇവിടെ തീർന്നു. ഇനി 5-ാം അധ്യായം അടുത്ത ക്ലാസ്സിൽ 5-ാം അധ്യായം അല്ല, 4 മുഴുവനും വായിച്ച് അതിൻ്റെ കഥ പറഞ്ഞു തരും. 4-ാം അധ്യായം ഫുള്ള് എന്നും അർത്ഥം അറിഞ്ഞ് ഇത് വായിക്കണം. അപ്പോഴതിന് പ്രത്യേക ഒരു ഫലം ഉണ്ടാകും. അപ്പോൾ ഹ്രീം ഓം ആദ്യം തുടങ്ങിയപ്പം ഓം എന്നാണ് തുടങ്ങിയത്. ഇവിടെ ഹ്രീം ഓം എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തിൽ ദേവീ മഹാത്മ്യത്തിൽ ശക്രാദീകൃതി ദേവി സ്തുതിർനാമ ചതുർത്ഥോധ്യായ 4-ാം അധ്യായം ഇവിടെ അവസാനിച്ചു. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ കർണിശമ്മയ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. മാധർമ്മേ മധുകൈഡഭഗ്നിമഹിഷപ്രണാപകാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തംബികേ. അഷ്ടൗ ഭുജാംഗീ മഹിഷസ്യമർദിനീം സശങ്കചക്രാഞ്ചരശൂലധാരിണീം താം ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാ ശരണമഹം പ്രപദ്യേ. മഹിഷമസ്തനൃത്തവിനോദന സ്ഫുടരണന്മണിനൂപുരമേഖല ജനനരക്ഷണമോക്ഷവിദായിനി ജയതു ശുംഭനിശുംഭനിഷൂദിനി. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരീ ലീലയാ കൗമാരീരിപുദർപ്പനാശനകരീ ചക്രായുധ വൈഷ്ണവീ. വാരാഹി ഘനഘോരഗർഗരമുഖി ദംഷ്ട്രീ വജ്രായുധ ചാമുണ്ടാ ഗണനാഥരുദ്രസഹിത രക്ഷന്തു മാമാതരക. ഉദ്ധതൗ മധുകൈഡഭൗ മഹിഷാസുരഞ്ജ നിഹത്യതം ധൂമ്രലോചന ചണ്ഡമുണ്ടകരക്തബീജമുഖാംശ്ച താൻ. ദുഷ്ടശുംഭനിശുംഭമർത്തിനി നന്ദിതാമരവന്ദിതേ
വിഷ്ടഭദ്രേ തുഷ്ടികാരിണി ഭദ്രകാളി നമോസ്തുതേ. ലക്ഷ്മീ പ്രധാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രധാന സമയേ ശരദിന്ദുശുഭ്രാം വിദ്വേഷി വർഗവിജയേഭി തമാലനീലാം ദേവീന്ദ്രലോകജനനീ ശരണം പ്രപദ്യേ. ഈ ലാസ്റ്റിൽ ചൊല്ലിയ ശ്ലോകത്തിൽ ദേവി ലക്ഷ്മിയായി അവതരിക്കുമ്പോൾ നല്ല പവിഴത്തിൻ്റെ വിദ്രുമത്തിൻ്റെ കളറും വിദ്യ പ്രദാനം ചെയ്യാനായിട്ട് സരസ്വതി ദേവിയായി അവതരിക്കുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച് വെളുത്ത ദേവിയായും, ഇനി വിദ്വേഷം വരുന്ന കോപം വരുമ്പോൾ തമോവർണ്ണമായ കറുത്ത കളറായിട്ട് നീലവർണ്ണത്തിലും കാണപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് ആ ശ്ലോകം ചൊല്ലി. ഇത് നിങ്ങളാരും ചൊല്ലിയിടണ്ട. നിങ്ങൾ ചൊല്ലുമ്പം 33, 34, 35, 36 4 ശ്ലോകം മാത്രം ചൊല്ലിയിടുക. അത്രയും മതി. അത് കഴിഞ്ഞ് നമ്മൾ മുഴുവനുമായിട്ട് ഞാൻ പിന്നെ ചൊല്ലിത്തന്ന് പഠിച്ചതിന് ശേഷം മുഴുവനായി സമർപ്പിക്കാം. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്കത് സമർപ്പിക്കാം. അപ്പോൾ അതുവരേക്കും ഹരി ഓം അമ്മേ നാരായണ.